10ാം തരത്തിൽ ഒന്നിച്ച് വിജയമധുരം നുകർന്ന് കതിരൂരിലെ 4 സംഘത്തെ കതിരൂർ ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു. കതിരൂർ മലാൽ കുറ്റിയേരിച്ചാലിലെ പഞ്ചരത്നം വീട്ടിൽ മധുവിന്റെയും സുനിതയുടെയും മക്കളായ സി നീനു, സി നയന, സി നിയ, സി നന്ദകൃഷ്ണ എന്നിവരെയാണ് 10ാം തരത്തിൽ മികച്ച വിജയം നേടിയതിന് പഞ്ചായത്ത് അനുമോദിച്ചത്. ഒരുമിച്ച് ജനിച്ചും ഒരുമിച്ച് വളർന്നും ഒരുമിച്ച് പഠിച്ചും മുന്നോട്ട് പോകുന്ന ഈ മിടുക്കരെ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV പോയിത്തറിന്റെ നേതൃത്വത്തിൽ കുറ്റിയേരിച്ചാലിലെ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്. ഒരേ ദിവസം ജനനം, 1ാം ക്ലാസ് മുതൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠനം. ഇപ്പോൾ 10ാം തരം പരീക്ഷയിലും തിളക്കമാർന്ന വിജയത്തിന്റെ മധുരം ഒന്നിച്ചു പങ്കിടുകയാണ് കതിരൂരിലെ ഈ 4 സംഘം. ഇവർ നാടിന്റെ അഭിമാനങ്ങളാണ്. A+ A ഗ്രേഡുകൾ അടക്കം മികച്ച മാർക്ക് നേടിയാണ് 4 പേരും ഈ വിജയം കൈപ്പിടിയിലൊതുക്കിയത്. കതിരൂർ GVHSSലെ പരീക്ഷാ ഹാളിൽ അധ്യാപകർക്കും സഹപാഠികൾക്കും ഒരുപോലെ കൗതുകവും സന്തോഷവുമായിരുന്നു ഇവർ. ഇവരുടെ പോരാട്ടം പഠനത്തിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. 7ാം മാസത്തിലാണ് ജനനം. ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം ഒരേ മനസ്സോടെ അതിജീവിച്ച് വളർന്നു വന്ന സഹോദരങ്ങളാണ്. പഠനകാര്യത്തിലും വലിയ മാതൃകയാണ്. ഒരുമിച്ച് പഠിക്കുകയും ഒരേ ട്യൂഷൻ ക്ലാസ്സിൽ പോവുകയും ചെയ്യുന്ന ഇവർ സംശയങ്ങൾ പരസ്പരം ചോദിച്ചു മനസ്സിലാക്കിയാണ് പരീക്ഷയ്ക്ക് ഒരുങ്ങിയത്. SSLC കടമ്പ തിളക്കത്തോടെ കടന്ന ഈ സഹോദരങ്ങൾ തങ്ങളുടെ ഭാവി തൊഴിൽ മേഖലയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരേ മനസ്സോടെ ഒരുമിച്ച് പഠിച്ചു വളർന്നവർ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്തമായ 4 വഴികളാണ്. നീനുവിന് പോലീസ് ആവാനും, നയനയ്ക്ക് നേഴ്സാവാനും, നിയയ്ക്ക് ഡോക്ടർ ആവാനുമാണ് താല്പര്യം. കൂട്ടത്തിലെ ഒരേയൊരു ആൺതരിയായ നന്ദകൃഷ്ണയ്ക്ക് ഹോട്ടൽ മാനേജ്മെന്റിന്റെ മേഖലയിലാണ് താല്പര്യം. താങ്കൾ 4 പേർക്കും +2-നും ഒരേ സ്കൂളിൽ തന്നെ പഠിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ചെറുപ്പം മുതൽ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും 4 പേർക്കും പുറത്ത് വേറെയും സൗഹൃദ വലയങ്ങളുണ്ട്. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായ സി നവനീതാണ് ഇവരുടെ ജ്യേഷ്ഠൻ. മക്കളുടെ തിളക്കമാർന്ന വിജയത്തിൽ മാതാപിതാക്കളായ മധുവും സുനിതയും അധ്യാപകരും വലിയ ആഹ്ലാദത്തിലാണ്. ഇവരെ അനുമോദിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ശോഷ്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സംഗീത, വാർഡ് കൗൺസിലർ സജീവൻ, K ചന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.